എൻ്റെ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ച്വലി നല്ല വിഷമത്തിലാണ്. ഈ വിഷമത്തിനൊക്കെ കാരണം ഒരാളാണ്. അളവിൽ കൂടുതൽ ഒരാളെ സ്നേഹിക്കരുത് എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളടുത്തോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനത്ര സുഖത്തിലൊന്നും അല്ല. നല്ല എൻ്റെ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ച്വലി നല്ല വിഷമത്തിലാണ്. ഒരു സ്ഥലം വരെ ഇനി പോകണം. ഈ വിഷമത്തിനൊക്കെ കാരണം ഒരാളാണ്. ഞാൻ ലൈഫിൽ കുറേ പഠിച്ചിട്ടുള്ള ഒരു പാഠമാണ് നമ്മൾ അളവിൽ കൂടുതൽ ഒരാളെ സ്നേഹിക്കരുത് എന്നുള്ളത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളടുത്തോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് റീസണായിട്ട് ഒരാളുണ്ട്. ഞാൻ ആളെ കാണിച്ചു തരാം. ഇതാണ് ആ ആള്. വേദനാജനകം. അതെ, അളവിൽ കൂടുതൽ സ്നേഹിക്കരുത് എന്ന് പറയുന്നതാണ്ട് ഈ കുരിപ്പിനെ. എൻ്റെ മൂക്കൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ. ഇപ്പം അങ്ങോട്ട് എൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് കഴിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കണ്ണ് നല്ല ചുവന്ന കിടക്കാണ്. രണ്ട് കണ്ണും ഒന്നാമതായി ഉറക്കമില്ലാത്തതുകൊണ്ട് രണ്ട് കണ്ണും ചുവന്ന കിടക്കുകയാണ്. പിന്നെ ഇപ്പം കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇന്നലെ നൈറ്റ് 7 മണിയൊക്കെ ആയപ്പോൾ കുത്തിയതല്ലേ 7 മണിയൊക്കെ ആയപ്പോൾ കുത്തിയത്. പക്ഷേ അതൊക്കെ മാറി. ഒരു 8 മണി 9 മണിയൊക്കെ ആയപ്പോൾ മാറി. പക്ഷേ മിഡ് നൈറ്റ് ഒരു 3 മണിക്കൊക്കെ എണീറ്റപ്പോഴത്തേക്കിന് ഇവനെ ഉറക്കാൻ വേണ്ടി എണീറ്റിട്ട് പിന്നെ കിടന്നപ്പോഴത്തേക്കിന് എനിക്ക് കണ്ണ് തീരെ അടയ്ക്കാൻ പറ്റുന്നില്ല. കൺകുടി ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. രാവിലെ ആയപ്പോൾ ഒട്ടും പറ്റുന്നില്ല. നല്ല പെയിനുണ്ട്. അപ്പം അതാണ് നമ്മൾ അളവിൽ കൂടുതൽ നമ്മൾ ആരെയും സ്നേഹിക്കരുത്. കുരിപ്പിനെ ഞാനങ്ങ് ഓവറായിട്ട് ഞാനങ്ങ് സ്നേഹിച്ച് എന്ത് ചെയ്യാൻ എൻ്റെ ആയി പോയില്ലേ. മിണ്ടി പോവരുത്. നീ മിണ്ടത്തില്ല നിൻ്റെ അടുത്ത്. നീ മിണ്ടരുത്. നീ എൻ്റെ അടുത്ത് തുടരുത് തന്നെ. ഡോണ്ട് ടച്ച് മീ. അഹങ്കാരി നീ, അഹങ്കാരി. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇത് 7ാം മാസത്തിലാണെങ്കിൽ വേറൊരമ്മച്ചിക്ക് 2 വയസ്സിൽ പണി കൊടുത്തതാണ്. മക്കള് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് സ്വർഗമല്ലേ? എന്റെ മക്കളൊന്നും എനിക്ക് പണി തന്നിട്ടില്ല. ഒന്നും തന്നിട്ടില്ല. നല്ല തങ്കപ്പെട്ട 2 തങ്കക്കുടങ്ങൾ. പക്ഷെ അതിന്റെ കൂടെ കേട് 2 കൊച്ചുമക്കൾ. വെകിളി പിടിച്ചത് ഇത് വെകിളിത്തരം കണ്ടുപിടിച്ചത് ഇവനാണ്. മറ്റേത് കുരുത്തക്കേടിന്റെ ബ്രാൻഡ് അംബാസിഡറാണ്. നല്ല തക്കര മോനാണ്ട. ഈ മുഖം കണ്ട പറയോ കുരുത്തക്കേടുള്ള മോനാന്ന്? ഞാൻ പോവാ, ഞാൻ ആശുപത്രി പോവാ. ഞാൻ ഇവിടെ മിണ്ടാതിരുന്നോണ്ട. മൂക്കൊക്കെ മുറിച്ച് വെച്ചേക്കുന്നുണ്ടോ? കാലൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അവന്റെ മൂക്ക്, അവന്റെ കാല്, കൈ എല്ലാം ചൊറി പിടിച്ചണക്കിരിക്കുക. നഖം വെച്ച് മാന്തി മുറിവും വന്ന്. വെളുത്ത് തൊടുത്ത ഞങ്ങളുടെ സുന്ദര കുട്ടപ്പനായിരുന്നു. ഇപ്പം ദേഹത്ത് മൊത്തം പാടാക്കി. വിളിക്കുന്ന കുഞ്ഞിനെ ഉണ്ടോ? അവന്റെ മുഖം കണ്ട ഞാൻ അവനെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. രാത്രി അവന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിച്ച് മുഖത്ത് നോക്കത്തില്ല. ജിൻഡപ്പൻ മാമൻ. ഞങ്ങളുടെ കുടുംബത്തിലെ ജിൻഡപ്പനാ, ജൂനിയർ ജിൻഡപ്പൻ. അതെ, ബിഗ് ബോസിൽ സീസൺ 6 ജിൻഡപ്പൻ, മസിൽമാൻ. അതിവിടെ 2 ജിൻഡപ്പനുണ്ട്. ഒന്ന് എൻ്റെ മാമനും ഒന്ന് മരുമകനും. ഇത് ജൂനിയർ ജിൻഡപ്പനാണ്. മോന്ത ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് തെളിയത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഞങ്ങൾക്ക് തോന്നണം ചിരിക്കണമെങ്കിൽ. അതെ. അപ്പം ഇവൻ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഇവൻ ഉറക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അത് കണ്ണിൻ്റെ മാത്രമല്ല, എനിക്ക് കണ്ണ് കാണിക്കണം. പിന്നെ അവൾക്ക് അടുത്ത സ്റ്റെപ്പാണ് പല്ലിൽ ക്ലീൻ ചെയ്യണം. ക്ലീനിങ് അല്ലേ ഉള്ളൂ, ക്ലീൻ ചെയ്യണം. അപ്പം ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമ്മളിനി വരത്തുള്ളൂ. കുറച്ച് നേരത്തേക്ക് സമാധാനം. ഈ വെയിലത്താണെങ്കിലും ഞങ്ങൾക്ക് സമാധാനം കിട്ടും. അവർക്കും കിട്ടും, ഞങ്ങൾക്കും കിട്ടും. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പോലും 2 മാസത്തേക്ക് പിള്ളേർക്ക് അവധി കൊടുത്തേക്കുന്ന അവധിക്കാണ്. അവർ ട്യൂഷനൊന്നും എടുക്കരുത്. അങ്ങനെ ട്യൂഷൻ എടുക്കുകയാണ് അറിയുന്നുണ്ടെങ്കിൽ അത് കേസാക്കുമെന്നൊക്കെ. പക്ഷേ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലോട്ട് 2-3 കൊച്ചുമക്കൾ ഇതുപോലെ പറഞ്ഞു വിടട്ടെ. അപ്പോൾ പുള്ളിക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് 24 മണിക്കൂറും ട്യൂഷൻ കൊടുക്കേണ്ടി വരുമെന്ന്. ഞങ്ങൾക്ക് ട്യൂഷൻ പോലും ഇവിടെ വിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതങ്ങനെ മൂത്ത് നടക്കുന്നത്. ഇളയതിങ്ങനെ എല്ലാവരും ഉപദ്രവിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. നിന്നെയാ പറയുന്നത്. എന്ത് പറയണല്ലേ? ഹേ ഗായ്സ് പറ. അവിടെ എൻ്റെ മുടി 4 മുടിയേ ഉള്ളപ്പോൾ അവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പോയിട്ട് വരാം. 2 മണിക്കൂർ. അവ ഉറങ്ങും 2 മണിക്കൂർ. ഉറങ്ങത്തില്ല 2 മണിക്കൂർ.
ഉറങ്ങിക്കോണം ഇവിടെ കിടന്ന് കേട്ടോ. അച്ഛമ്മ ശല്യം ചെയ്യരുത്. ഓക്കെ, ഗുഡ് ബോയ് അല്ലേ? ഗുഡ് ബോയ് അല്ല, നീ ബാഡ് ബോയ്. അമ്മച്ചിയുടെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട് ചീച്ചല്ലേ കള്ളീനി, നീ ചീച്ചല്ലേ നീ. ഗുഡ് നൈറ്റ്, പോയിട്ട് വരാം. See you later. Bye. പോവാ, ഞാൻ പോവാ. അശ്വതി പോയിട്ട് വരട്ടെ. പൈസ പോലും ഇല്ല എൻ്റെ കയ്യില്. ആ, നിന്റെ അപ്പം തരുമോ പൈസ? പോയിട്ട് വരട്ടെ. ആ ശരി, സമ്മതിച്ചു. പോയിട്ട് വരാം കേട്ടോ. പ്രാർത്ഥിച്ചേനെ പൊന്നമ്പുവേ. അതുപോലെ പ്രാർത്ഥിച്ചേനെ എനിക്ക് വല്ല തുള്ളിമരുന്ന് തരാവുള്ളൂ നമ്മ. ഞാൻ രാവിലെ എണീക്കുമ്പോ തൊട്ട് ഇവിടുത്തെ 33 കോടി ദൈവങ്ങൾക്കും ഓരോ നേർച്ചയായിട്ടാണ് ഞാൻ എണീക്കുന്നത്. അപ്പൊ ഇന്നത്തേക്ക് ഒരു നേർച്ച ആയിട്ടുണ്ട്. അപ്പൊ പോയിട്ട് വരാം. ഓക്കെ, പോയിട്ടെ ഗൈസ്. അപ്പം നമ്മൾ നടന്ന് വെയിറ്റിംഗ് ഷെഡിൽ വന്ന് നിൽക്കുകയാണ്. വണ്ടികളൊന്നും കാണുന്നില്ല. മുടിഞ്ഞ വെയിൽ. എന്താണ് അഭിപ്രായം? എന്താ പറയാനാ, 14 പിള്ളേരൊക്കെ 49 ഡിഗ്രി തിരിച്ചു വരുമ്പോ കരിഞ്ഞു വന്നില്ലെങ്കിൽ ഭാഗ്യം. എന്തോന്നില്ല ഗൈസ്, ഒറ്റ വണ്ടികൾ പോലും ഇല്ല. എല്ലാ വണ്ടികളും നമ്മളെ തേക്കുക, നിർത്തുന്നില്ല വണ്ടികളൊന്നും. ഞാനിപ്പോൾ ഒരു വണ്ടിനെ കണ്ട് ഓടിയൊക്കെ പോയി. പക്ഷെ അതവിടെ ഒരു കുഴിയായിരുന്നു. അപ്പോൾ അവർ ആ കുഴിക്ക് വേണ്ടി ആ കുഴി കണ്ടിട്ട് സ്റ്റോപ്പാക്കിയത്. ഞാൻ ചേച്ചി ഓടിയങ്ങ് പോയി. കണ്ണും ചൂട് കാരണം കണ്ണ് നല്ല പെയിൻ ഉണ്ട്. പിന്നെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവക്ക് നിനക്കിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാ, ഇതിൽ കൂടുതൽ പല്ല് ക്ലീൻ ചെയ്യാൻ പോകാൻ അടുത്തത്. ഇനി അടുത്ത അതിൻ്റെ ഞാൻ സഹിക്കണം. അല്ല, ഞങ്ങളിങ്ങനെ വിയർപ്പിൽ ഇങ്ങനെ ചൂടത്താണെങ്കിലും അമ്മയാണ് ഇതിനേക്കാളും കഷ്ടപ്പെടുന്നത്. ആ 2 കൊണ്ട് വീട്ടിൽ കിടന്ന് അമ്മ കഷ്ടപ്പെടും. എന്താവും നമുക്കറിയത്തില്ല. വണ്ടിയൊക്കെ ഒത്തിരി ഉണ്ട്. വീട്ടിലൊരു കാർ കിടപ്പുണ്ട്. ഇതാണ് അപ്പൂസ് എപ്പോഴും പറയുന്നത്, ഡ്രൈവിങ് പഠിക്കുന്ന എപ്പോഴും പറയും. പക്ഷെ നിനക്ക് പഠിച്ചുകൂടെ? എനിക്ക് പഠിച്ച ആ വണ്ടി എങ്കിലും എടുത്തോണ്ട് വരാൻ ഈ ചൂടത്ത് ഇങ്ങനെ ബസ് നോക്കി അത് നോക്കി ഇത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ അല്ലെങ്കിലും എപ്പോഴും ഉള്ള, നമ്മൾ ഏത് ദിശയിൽ നിൽക്കുന്നോ മറുദിശയിലോട്ട് എപ്പോഴും വണ്ടി കാണും. ഒരു ബസ് വരുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഫൈനലി നമ്മളിവിടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കുഞ്ചു കൂടെ ഇല്ല. കുഞ്ചു തൊട്ടപ്പോൾ ഡെൻ്റൽ ക്ലിനിക്കിൽ കാണിക്കാൻ പോയേക്കണം. അപ്പോൾ ഓൾറെഡി ക്ലീനിങ് ആണ്. അപ്പം നല്ല ടൈം എടുക്കും. അപ്പം ഞാനിവിടെ പോസ്റ്റാണ് ഗൈസ്. അപ്പം നമ്മൾ ഡോക്ടറിനെ എല്ലാം കണ്ടിറങ്ങി. ഐ ഡ്രോപ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ഒരു സ്ക്രീനിൽ കാണിച്ചു തന്നു കേട്ടോ. നല്ല വലിയൊരു മുറിവാണ് അത്യാവശ്യം. ട്യൂസ്ഡേ വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് കാണിക്കാനായിട്ട്. പിന്നെ നമ്മൾ കുഞ്ചുവിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? ഇല്ലായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. മറ്റന്നാളാണോ ഇനി കമ്പിയിടണോ? ആ പല്ല് കാണാനൊരു മെനയുണ്ട് ക്ലീൻ ചെയ്തപ്പോ. മേളത്തിടുമ്പോഴേ ചുണ്ട് പൊങ്ങുന്നേ അല്ലേ? ബായിങ്ങനെ വഴക്കായിരുന്നോ ഇവിടെ? വഴക്കായിരുന്നോ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എണീച്ച ഒരു കുഴപ്പമില്ല. അയ്യോ അയ്യോ, എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച മതി. എടുക്കട 550 രൂപ. എടാ 550 രൂപ എടുക്കാൻ മൈൻഡ് ചെയ്യുന്നില്ല. അവന്റെ മട്ടും പാവ കണ്ട ഞാൻ അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചെന്ന് കാണുന്നുണ്ട്. എന്റെ കണ്ണ് എന്റെ കണ്ണ് എനിക്ക് വയ്യ. എനിക്ക് വെയിലത്തും കൂടെ അറിയുന്ന ശേഷം എനിക്ക് ഒട്ടും വയ്യ. വെയിലത്തും കൂടെ ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഡ്രോപ്സ് വെച്ചിട്ട് ഞാൻ കുറച്ചേരം കയറി കിടന്നു കേട്ടോ. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നു. നല്ല ഇറിറ്റേഷൻ. കുറവൊന്നുമില്ല. എന്തായാലും നോക്കാം. 2-3 വട്ടം കൂടെ ഡ്രോപ്സ് വെച്ച് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ നമ്മുടെ മുഖവും മൂക്കും കണ്ണും ചെവി ഇരുന്നും കൊണ്ട് കൊടുത്തേക്കരുത്. ഇതുപോലെ വലിച്ചിരിയൊക്കെ വെച്ച് കളയും. അവർക്കറിയത്തില്ലല്ലോ. ഓക്കെ, ഇതെൻ്റെ മിസ്റ്റേക്കാണ്. എൻ്റെ അമ്മ മാത്രം മിസ്റ്റേക്കാണ്. അപ്പം ഞാനിപ്പം ഡോക്ടർ കാണിച്ചപ്പോൾ തന്നെ ഞാൻ കണ്ടു കേട്ടോ. നല്ല അത്യാവശ്യം നമുക്ക് അല്ലാണ്ട് കാണാൻ പറ്റത്തില്ല. അല്ലാണ്ട് ഡോക്ടർ അവിടെ നിന്ന് നോക്കിയിട്ട് അവിടുത്തെ ആ ഒരു സിസ്റ്റത്തിൽ എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ കണ്ടു അത്യാവശ്യം നല്ല മുറിവാണ്. എൻ്റെ ട്യൂസ്ഡേയും കൂടെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. 2 ഡ്രോപ്സും തന്നിട്ടുണ്ട്. നമുക്കൊന്ന് എന്തായാലും ആ ഡ്രോപ്സ് ഒന്ന് ഒഴിച്ച് നോക്കാം, കുറയുമായിരിക്കും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വേറൊരു ബ്ലോഗിൽ കാണുന്നവരെ ബൈ.